ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. രണകർക്കശനായ ബാലി വേർപൊട്ടി പുഴുങ്ങി വീണ മരം പോലെ സർവാംഗവും നിലത്തു തട്ടിക്കിടക്കുന്നു. കയറഴിച്ചിട്ട ഇന്ദ്രധ്വജം എന്ന പോലെ സ്വർണരത്നാഭരണഭൂഷിതനായ കപീന്ദ്രൻ മഞ്ഞിടത്തിൽ കിടന്നു. ചന്ദ്രൻ അസ്തമിച്ച ആകാശം പോലെ ഭൂമിയാകെ ആ സമയം ശോഭയറ്റതായി മാറി. ആ മഹാന്റെ ദേഹത്തിൽ ജീവനും ശ്രീയും തേജസ്സും ശൗര്യവും ദേവേന്ദ്രൻ കൊടുത്ത വജ്രരത്നമാല കഴുത്തിലുള്ളതിനാൽ വിടാതെ നിൽക്കുകയാണ്. അന്ത്യചുവപ്പാർന്ന കാർമേഘം വാനിടത്തെ എന്ന പോലെ ആ മാല ബാലിയെ പ്രശോഭിപ്പിച്ചു. ചലനരഹിതനായി ഭൂമിയിൽ പതിച്ചുവെങ്കിലും ആ മാലയുടെ വൈഭവത്താൽ രത്നഹാരവും ശരീരവും മർമ്മം ഭേദിച്ച ബാണവും തേജസ് മൂന്നായി ഭാഗിച്ചതുപോലെ ജാജ്വല്യമാനമായി. ശ്രീരാമദേവന്റെ കോദണ്ഡത്തിൽ നിന്ന് വന്ന അസ്ത്രം ബാലിക്ക് സ്വർഗമാർഗദായകമായ പുണ്യസഞ്ചയത്തെ നൽകി. കെട്ടുപോയ അഗ്നി പോലെ പുണ്യം അവസാനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നു പതിച്ച യയാതി മഹാരാജാവിനെ പോലെ കൽപ്പാന്ത പ്രളയത്തിൽ ഭൂമിയിൽ വീണ സൂര്യനെ പോലെ സിംഹവക്ഷസും പീതനയനവും പരികബാഹുക്കളും ഒത്ത ബാലി നീണ്ടു നിവർന്ന് ഭൂമിയിൽ കിടക്കുന്നത് കാണായി. അരികൾക്ക് അസഹ്യനും പൊന്മാലയണിഞ്ഞ് വീണുകിടക്കുന്നവനുമായ ദേവേന്ദ്രസൂനു പതുക്കെ കൺമീഴിച്ചു ചുറ്റും നോക്കി. ലക്ഷണ സംസേവിതനായ ശ്രീരാമചന്ദ്രൻ ഇടത്തെ കൈകൊണ്ട് കോദണ്ഡം നിലത്തൂന്നി പൂപ്പുഞ്ചിരി പൊഴിച്ച് സമീപത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ കവിചക്രവർത്തി സവിനയം ആണെങ്കിലും ധർമ്മം ചേർന്ന പരുഷവാക്കുകൾ ഇപ്രകാരം പറയുവാൻ തുടങ്ങി. അവിടുന്ന് ദശരഥ മഹാരാജാവിൻ്റെ സീമന്തപുത്രൻ, അനശ്വര യശസ് ആർജിച്ചവൻ, അഭയം പ്രാപിച്ചവർക്ക് ആഗ്രഹം ഏതും ഏകുന്നവൻ, ഉത്തമോത്തമ വംശത്തിൽ ജനിച്ചവൻ, അമിത തേജസ്വി എന്നവൻ, ഉത്തമ ചരിത്രമുള്ളവൻ, സ്വാത്വിക ഗുണസമ്പന്നൻ. എന്നിട്ടും നേരിട്ടു നിന്ന് യുദ്ധം ചെയ്യാതെ ഒരുവനെ നിഗ്രഹിച്ചു. അവിടുത്തേക്ക് എന്തൊരു ഗുണമാണ് ഇതുകൊണ്ട് സിദ്ധിച്ചത്? യുദ്ധത്തിൽ ഉഴറുന്ന എൻ്റെ നെഞ്ചിൽ അമ്പ് അയച്ചുവല്ലോ. രാമൻ കാരുണ്യവാരതിയാണ്, എല്ലാം അറിയുന്നവനാണ്, നാട്ടുകാരുടെ മുഴുവൻ ഇഷ്ടം അനുസരിക്കും, ദയാസമുദ്രം, സത്കർമ്മങ്ങളിൽ അത്യുത്സാഹമുള്ളവൻ, പൂർവാചാരങ്ങളിൽ അതിനിഷ്ഠയുള്ളവൻ, ദൃഢവ്രതൻ എന്നിങ്ങനെ ഭൂമിയിലെ എല്ലായിടത്തും അവിടുത്തെപ്പറ്റി പുകഴ്ത്തുന്നത് കേട്ടിട്ടുണ്ട്. ദമം, ശമം, ക്ഷമ, ധൃതി, സത്യം, പരാക്രമം എന്നീ നൃപഗുണങ്ങളുടെ നിലയമാണ്. കുലീനനാണ് അങ്ങ് എന്നും മറ്റും ഞാൻ വിശ്വസിച്ചു. താര എന്നെ തടുത്തിട്ടും സുഗ്രീവനോട് എതിരിടുവാൻ അതാണ് കാരണം. ഒരാളോട് ഏറ്റുമുട്ടി പൊരുതുമ്പോൾ മറഞ്ഞു നിന്ന് അസ്ത്രം അയക്കുന്നവനല്ല അവിടുന്ന്. അവിടുത്തെ കാണുന്നതുവരെ ഞാൻ കരുതിയിരുന്നു അങ്ങ് മഹാപാപിയാണ്, ധർമ്മസ്വരൂപിയാണെന്ന നാട്യം മാത്രമേ ഉള്ളൂ. നേരിട്ട് പൊരുതാത്തവൻ, മറ്റൊരു ശത്രുവായി ഏറ്റുമുട്ടുന്നവൻ ഞാൻ എന്തൊരു തെറ്റാണ് അങ്ങയോട് ചെയ്തിട്ടുള്ളത്? പുൽമൂടിയ കിണർ പോലെയാണ് ദാശരഥി രാമനെന്ന് ഞാൻ വിചാരിച്ചില്ല. സജ്ജനവേഷം കെട്ടി നടക്കുന്ന ദുഷ്ടൻ, മറച്ചുവെച്ച അഗ്നി പോലുള്ളവൻ, ധർമ്മ പുതപ്പുകൊണ്ട് മൂടിയ കള്ളൻ എന്നിങ്ങനെ അങ്ങയെ കരുതിയില്ല. അങ്ങയുടെ നാട്ടിലോ നഗരിയിലോ വന്ന് ഒരു തെറ്റും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. അങ്ങയെ അല്പം പോലും നിന്ദിച്ചിട്ടില്ല. എന്നിട്ടും എന്നെ നിഗ്രഹിക്കുവാൻ കാരണമെന്ത്? കണ്ണിൽ കണ്ട കായ്കൾ തിന്ന് കാടുകളിൽ ചാടി ഓടി നടക്കുന്ന ഒരു കുരങ്ങനെ മരം മറഞ്ഞു നിന്ന് കൊന്ന മഹാരാജകുമാര, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അങ്ങയിൽ ധർമ്മചിഹ്നവും വ്യക്തമായി കാണുന്നുണ്ടല്ലോ. ഉത്തമമായ ഇക്ഷ്വാകു വംശത്തിൽ മഹാനായ രഘുമഹാരാജാവ് ജനിച്ച പരമ്പരയിൽ ക്ഷത്രിയ വംശത്തിൽ ജനിച്ച് സർവ ശസ്ത്രാസ്ത്രങ്ങളും പഠിച്ച ഒരുവൻ ധർമ്മപുതപ്പെട്ട് നിസ്സംശയം ഇത്തരം കടുങ്കൈ എങ്ങനെ ചെയ്യും? രാമ, രാജവംശജാതനായ അങ്ങ് ധർമ്മസ്വരൂപിയാണെന്നുള്ള പ്രസിദ്ധി സമ്പാദിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അതിഘോരനാണ് അങ്ങ്. സൗമ്യൻ്റെ വേഷവും കെട്ടി എന്തിനാണിങ്ങനെ നടക്കുന്നത്? സാമം, ദാനം, ക്ഷമ, ധൃതി, സത്യം, പരാക്രമം എന്നിവയ്ക്കു പുറമെ അപരാധികളിൽ ദണ്ഡനീതിയും രാജാവിന് വിധിച്ചതാണ്. ഹേ കാകുൽസ്ഥ, ഞങ്ങൾ മൃഗങ്ങൾ, കായ്കനികൾ തിന്നു നടക്കുന്ന മരഞ്ചാടികൾ ആയ കാടന്മാർ, ഇതൊക്കെ ഞങ്ങളുടെ സ്വഭാവമാണ്. അവിടുന്ന് വിശേഷബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ രാജാവ്. ഭൂമി, സ്വർണം, വെള്ളി എന്നിവയിലുള്ള കൊതിയാണ് സാധാരണ കലഹത്തിനു കാരണം. ഇതിൽ ഏതിനാണ് അങ്ങേക്ക് ആഗ്രഹം? എൻ്റെ കാട്ടിലുള്ള കായ്കളിലാണോ? ന്യായവും അന്യായവും അനുഗ്രഹവും നിഗ്രഹവും വേർതിരിച്ചറിഞ്ഞിട്ട് വേണം മന്നവൻ നാടു ഭരിക്കുവാൻ. തന്നിഷ്ടം പോലെ എന്തും ചെയ്യുന്നത് ശരിയല്ല. അങ്ങ് വെറും തന്നിഷ്ടക്കാരൻ, അതികോപിഷ്ടൻ, അതിര് വിട്ടവൻ, നയവിനയാദികൾ വേർതിരിച്ച് അറിയാത്തവൻ. കഷ്ടിച്ച് ഒന്നു മാത്രം പഠിച്ചിട്ടുണ്ട്, അസ്ത്രമയക്കാൻ. ധർമ്മത്തിൽ നിഷ്ഠയില്ല, അർത്ഥവ്യവസ്ഥയില്ല, ഇന്ദ്രിയങ്ങൾക്ക് അധീനൻ, കാമവൃത്തൻ,
നിർദോഷിയായ എന്നെ ശരമൈത് കൊന്നതിനാൽ ആശ്രിതന്മാരോട് സുഹൃത്തുക്കളോട് എന്താണ് അങ്ങ് പറയുക? ഇത്തരം നിന്ദ്യകർമ്മം ചെയ്ത അങ്ങയുടെ കാര്യം പറയുവാൻ തന്നെ ജനങ്ങൾ അറയ്ക്കില്ലേ? രാജാവ്, ബ്രാഹ്മണൻ, പശു എന്നിവരെ നിഗ്രഹിക്കുന്നവൻ, ചോരൻ, സാധുക്കളായ ജീവികളെ വധിക്കുന്നവൻ, നാസ്തികൻ, അഗ്രജൻ ഇരിക്കുമ്പോൾ ആദ്യം വിവാഹം കഴിച്ചവൻ, ഇവരെല്ലാം എന്നും നരകത്തിലാണ്. പിശുക്കൻ, ഏഷണിക്കാരൻ, മിത്രദ്രോഹി, ഗുരുപത്നി തൽപകൻ, ഇവർ മഹാപാപികളുടെ ലോകത്തിലാണ്. ഇതിനൊന്നും സംശയമില്ല. രാമ, എൻ്റെ തോല് സജ്ജനങ്ങളാരും ധരിക്കാറില്ല, എൻ്റെ എല്ലോ രോമമോ എടുക്കാറില്ല. അങ്ങേപോലുള്ള ധാർമ്മികാഗ്രസരന്മാർ കൂടി എൻ്റെ മാംസം ഭക്ഷിക്കാറും ഇല്ല. ബ്രാഹ്മണരും ക്ഷത്രിയരും പഞ്ചനഖം ഉള്ളവയിൽ മുള്ളൻ, ശ്വാവിടൻ, ഉടുമ്പ്, ആമ എന്നിവയെ ഭക്ഷിക്കും. ഹേ രാജാവേ, ബുദ്ധിയുള്ളവരാരും എൻ്റെ തോലോ എൻ്റെ തൊടുക പോലും ഇല്ല, മാംസം ഭുജിക്കുകയുമില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.